നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില കുഞ്ഞുങ്ങൾക്കൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ പറയുന്ന കേട്ടിട്ടുള്ള ഒരറിവായിരിക്കും അല്ലേ. അപ്പോൾ കുഞ്ഞൂസ് ഇങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോഴേ എനിക്ക് കൗതുകമാണ്. കുഞ്ഞൂസ് വലുതായെങ്കിലും എനിക്കിതൊക്കെ കേൾക്കുന്നതിൻ്റെ ഭയങ്കര അത്ഭുതമാണ്. ഇതൊക്കെ എവിടുന്ന് അറിയുന്നു, എങ്ങനെ അറിയുന്നു, അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചിന്തിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ ചിന്താഗതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും എല്ലാ അമ്മമാരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ എനിക്കെന്തോ കുഞ്ഞുങ്ങളുടെ ചെറിയ കാര്യമായാൽ പോലും വല്ലാത്തൊരു ഇൻട്രസ്റ്റാണ് ഇത് കേൾക്കാനും ചിന്തിക്കാനും. അപ്പോൾ രാവിലെ ഒരു ഉച്ച തൊട്ടേ പറഞ്ഞായിരുന്നു കേട്ടോ, വൈകുന്നേരം ഇന്ന് നമ്മൾ കളി കാണണം, ക്രിക്കറ്റ് കളി. എന്തോ ഒരു ഭയങ്കര ഇൻട്രസ്റ്റാണ്. മറ്റുള്ള അപ്പുറപ്പുറമൊക്കെയുള്ള കുഞ്ഞുങ്ങൾ പറഞ്ഞ അറിവ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് മാക്രോണി പാസ്ത ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ കൊണ്ടുവന്നതിൽ ഏകദേശമൊക്കെ തീർന്നു. ഞാൻ കൂടുതൽ കടയിൽ പോയിട്ട് ലൂസാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ അത് ഞാനൊരു വെള്ളത്തിലിട്ടിട്ട് ഉപ്പും അതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങ് വേവിച്ചെടുത്തു. അത് എന്നിട്ട് വേറൊരു അരിപ്പയിലിട്ടിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് അങ്ങനെ ഡ്രൈ ആക്കാൻ വെച്ചു. പിന്നെ വേറൊരു കടായിൽ കുറച്ച് കടുകെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. കടുകെണ്ണയിൽ കുറച്ച് കടുകും പൊട്ടിച്ചിട്ട് കടുകും പൊട്ടിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് അതിലോട്ട് ചെറുതായിട്ട് കുറച്ച് സവാളയും തക്കാളിയും പിന്നെ വേറെ പച്ചക്കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആക്കി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു മുട്ടയും പൊട്ടിച്ചിട്ട് ഒഴിക്കാം. പക്ഷെ ഞാൻ മുട്ട ഒഴിച്ചില്ല, ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് മുട്ട അധികം ഒഴിച്ചിട്ടില്ല. പിന്നെ അതിലോട്ട് നമ്മളെ മാക്രോണി പാസ്ത ഡ്രൈ ആക്കിയതും ഒന്നിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടപ്പോഴേ നല്ല മണമായിരുന്നേ. ഇനി ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഇവർക്ക് ഇന്ന് TV കാണാൻ, നമ്മുടെ ഇന്ത്യയുടെ മാച്ച്. അപ്പോൾ ഇന്ത്യ മാച്ചൊക്കെ കണ്ട് വിജയിച്ചതറിഞ്ഞപ്പോഴുണ്ടല്ലോ വല്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ 2 പേർക്കും. കാരണം ഇത്ര വരെ ഇല്ലാത്ത കുറേ മാറ്റങ്ങളാണ് കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങളിലൊക്കെ കാണുന്നത്. നമ്മുടെയൊക്കെ കാലത്തെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇരുന്ന് കാണാറുണ്ട്. പക്ഷേ ഇവരൊക്കെ കാണുമ്പോഴും വല്ലാത്തൊരു സന്തോഷമാണ്.